ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ താരം ഇവന്മാരാട്ടോ. നൈസായിട്ട് കാന്താരി വിളവെടുപ്പ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി വിചാരിക്കുന്നു. ഞങ്ങൾ അച്ചാറിടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് പറിക്കുന്നത്. പറിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. പറിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഭംഗി അങ്ങോട്ട് മാറും. ഒത്തിരി ഉള്ളത് കൊണ്ട് തന്നെ ഞാനും ഉമ്മയും കൂടിയാണ് ഇത് പറിക്കുന്നത്. ആ ടൈമൊക്കെ നല്ല വെയിലാട്ടോ. അതുകൊണ്ടാണ് അവർ വാടി നിൽക്കുന്നത്. ഞങ്ങൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചേർക്കാറില്ല. ഞങ്ങൾ പച്ചക്കറി വേസ്റ്റൊക്കെയാണ് കൂടുതലും ഇടാറ്. അതാവുമ്പോൾ നാച്ചുറലാണല്ലോ. ഒപ്പം തന്നെ 2 നേരം നനച്ചും കൊടുക്കും നല്ലതുപോലെ. ചോട്ടിലും ഇലകളിലും ഒക്കെ ആയിട്ട് നല്ലപോലെ നനച്ചു കൊടുക്കും. ഈ ചെടിക്ക് പിന്നെ അധികം കെയറിങ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്ന് മാത്രം. നല്ലപോലെ വെയിൽ കിട്ടുന്ന സ്ഥലമാണെന്ന് ഉറപ്പ് വരുത്തുക. അത്ര മാത്രമുള്ളൂ ഇതിൻ്റെ പ്രത്യേകത. ഞങ്ങൾ കൂടുതലും അച്ചാറിടാനും എന്തെങ്കിലുമൊക്കെ ഉപ്പിലിടാനും മാത്രമേ എടുക്കത്തുള്ളൂ. ഈ നെല്ലിക്ക, മാങ്ങ അങ്ങനെ ഐറ്റംസൊക്കെ ഇല്ലേ, അതിനൊക്കെ ഉപ്പിലിടാനും മറ്റും മാത്രമായിട്ട് ഞങ്ങൾ ഈ സാധനം യൂസ് ചെയ്യാറുള്ളൂ. അത്യാവശ്യം എരിവുള്ള കൂട്ടത്തിൽപ്പെട്ട ആൾ തന്നെയാട്ടോ ഈ കാന്താരി. കുറേ വെറൈറ്റി കാന്താരിയൊക്കെ ഉണ്ടല്ലോ. ഇത് അത്യാവശ്യം വലിപ്പം വെക്കുന്ന ടൈപ്പാണ്. വൈറ്റ് ആവും, പിന്നെ ഒത്തിരി പഴുക്കുമ്പോൾ ചുവന്ന നിറമായിട്ട് മാറും. തുടക്കത്തിൽ ഈ വൈറ്റായിട്ട് തന്നെ വരില്ലേ. ഒത്തിരി ഉള്ളതുകൊണ്ട് തന്നെ ഉമ്മി പിച്ചി ഇപ്പോൾ വലത് കൈ ഇടത് കൈയായി മാറിയിരിക്കുകയാണ്. കൈ കഴിച്ചിട്ടേ. ഈ മുളക് നമുക്ക് ഉപ്പും തൈരൊക്കെ തേച്ച് ഈ കൊണ്ടാട്ടം മുളകൊക്കെ ഉണക്കുന്ന പോലെ തന്നെ ആക്കിയിട്ട് നമുക്ക് എയർ ടൈറ്റായിട്ടുള്ള ഭരണിയിലൊക്കെ എടുത്തു വയ്ക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് മൊത്തത്തിൽ നമ്മൾ എന്തായാലും അച്ചാറെടുത്തില്ല, ഒത്തിരി എരിവാകും. ഇപ്പോൾ ഇതിൽ ഇത്തിരിയൊക്കെ എടുത്തിട്ട് നമ്മൾ അച്ചാറെടുത്തോളൂ. ബാക്കിയൊക്കെ എടുത്ത് ഞങ്ങൾ സുറുക്കിയിലൊക്കെ ഇട്ട് വെക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ ഒരൊറ്റ മരത്തിൽ നിന്ന് ഇത്രയാണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത ആളാണ് അമരപ്പയർ. ഇത് ഞങ്ങൾ വാങ്ങി വെച്ചതൊന്നുമല്ല. ഞങ്ങൾ പൊതുവെ എല്ലാത്തിനും പച്ചക്കറി വേസ്റ്റ് തന്നെയാണ് ഇടല്. ആ പച്ചക്കറി വേസ്റ്റ് ഞങ്ങളെ തൊടിയിൽ വേറൊരു ചെടിയിലിട്ടപ്പോൾ ആ ചെടിയിൽ നിന്ന് കിളുത്തതാണ് ഈ അമരപ്പയർ. അവിടെ നിന്ന് നല്ല പോലെ കരുത്തോടെ ഉഷാറായി വന്നു. കൂടി വന്ന 3 തയ്യേ ഉണ്ടാവുള്ളൂ ഇത്. ആ 3 തൈയിൽ നിന്നാണ് ഇപ്പം ഞങ്ങൾ 2ാമത്തെ വിളവെടുപ്പാണ്. ആദ്യം ഒരു വട്ടം വിളവെടുത്തായിരുന്നു. ഇത് 2ാമത്തെയാണ്. പിന്നെ വിളവെടുത്ത് കഴിയുമ്പോൾ നിറച്ച് പൂവുണ്ടാവും, പിന്നെ അതിൽ കായ്ഫലം ഉണ്ടാവും. പയറിനങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അമരപ്പയർ തന്നെയാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് തോരനൊക്കെ വെച്ച് കഴിക്കുമ്പോൾ. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒത്തിരി ഇഷ്ടമാവും. നമ്മൾ സ്വന്തം വെള്ളം ഒഴിച്ച് വളമൊക്കെ ചേർത്ത് ഉണ്ടാക്കി വരുമ്പോൾ അതിൽ നിന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണല്ലോ. അത്യാവശ്യം കരുത്തുള്ള പയറൊക്കെ ആയിട്ട് ഉണ്ടായതൊക്കെ. ഒത്തിരി ചെറുതോ മുരണ്ട് പോവേ അങ്ങനത്തെ ഒന്നുമല്ല. എല്ലാവരും നല്ല വലിപ്പമുള്ള അമരപ്പയറുകളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അതും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയും പയറാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ.